അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ലീഗ് അതിൻ്റെ 75 വർഷത്തെ പാരമ്പര്യം നിലനിർത്തി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതൊരു സംഭവമാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ. തിരിയണോന് തിരിയും, അല്ലാത്തവൻ വട്ടത്തിൽ തിരിയും. അൽഹംദുലില്ലാ. പാർട്ടി എന്നൊക്കെ അതിനെതിരെ ആരെങ്കിലുമൊക്കെ ചൊറിയാനോ മാന്താനോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് സടകുടഞ്ഞ് എഴുന്നേറ്റ് അതതിൻ്റെ മെഷീനറി നന്നായിട്ട് ചലിപ്പിച്ച് തുടങ്ങും. അൽഹംദുലില്ലാ. നമ്മളെപ്പോലൊക്കത്തെ ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതിനിപ്പോൾ ഈ ചൊറിയാനും മാന്താനും കുറച്ച് പ്രതിസന്ധികളൊക്കെ വരുത്തിയത് കുറച്ച് തലയക്കട്ടന്മാരാണ്, അതായത് ഷജറകൾ. ഈ ഷജറകൾക്കൊരു പണി കൊടുക്കൽ അത്യാവശ്യമാണ്. കാരണം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്നും ലോകത്തുണ്ടാകും, ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മളെ ഊർജം ഇതിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, നമ്മളെ നാട്ടിലുള്ള വിദ്യാഭ്യാസ, അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പൊതുസമൂഹത്തിനോട് ചെയ്യേണ്ട കുറേ നന്മകളുടെ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ കുറച്ചെങ്കിലും നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംവിധാനത്തിലൊക്കെ കുറേ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനൊക്കെ വലിയൊരു മൂല്യ കാരണം ഈ ഷജറകളാണ്. ഷജറകളിൽ മഹാഭൂരിപക്ഷവും ഈ മദ്രസ, അതേമാതിരി പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഈ മുറിമുണ്ടം മൂല്യന്മാർ, പഴയകാലത്ത് കാരണന്മാർ പറയും മുറിമൂല്യന്മാർ ദീൻ പൊളിച്ചെന്ന്. ഇത് ഈ കോലത്തിലാവുന്ന ഇപ്പോൾ നമ്മളാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓലെ നിലക്ക് നിർത്തണം. അതിന് മഹല്ല് കമ്മിറ്റികൾ ഇപ്പോൾ ആരാണെന്നും അവരുടെ സ്ട്രോങ് എന്താണെന്നും ഇപ്പോൾ പൊന്നാനി കൊണ്ടും പിന്നെ മലപ്പുറം കൊണ്ടും പ്രത്യേകിച്ച് മലബാർ കൊണ്ടും കേരളം കൊണ്ടും ഒക്കെ ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓലപ്പാമ്പ് എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു ഷജറകളുടെ പ്രകടനം. അപ്പോൾ ആ കാര്യത്തിലേക്ക് ഒന്ന് നിലക്ക് നിർത്തണം. നമ്മൾ ചെയ്തു കൊടുത്ത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്കെതിരെ പണിയുന്ന ഈ വിഭാഗത്തിനെ പിടിച്ചു കെട്ടാൻ ഉള്ള ശ്രമമാണ് ഇനി നമ്മൾ നടത്തേണ്ടത്. ആ കാര്യത്തിൽ ഉലമ ഉമറ നേതൃത്വം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.